ഉണ്ട് പരിപാടി നടക്കും. മംഗളകരമായ ആരംഭത്തിനും ഇത് എന്തുവാ ഇത് സംഭവം? ഇതെന്താണ് ഇത് കാര്യം? എന്തോ ലക്ഷന്റെ ലക്ഷയാഗം നടന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അമ്പലത്തിൽ ഐതിഹ്യം അല്ലേ? അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്? ഓടയോ? ഇതെന്ത് പുല്ലാണോ? അതെന്ത് ആണോ വടിയുള്ള? എന്ത് അത് കാണാമോ? ഓട ഇവിടിപ്പുണ്ടോ? ഇവിടെ ഇല്ലല്ലേ? ഇത് ചതച്ച് നാര് പോലാക്കി എടുക്കുമോ? എന്നിട്ട് അത് ചെയ്യുന്നത് എന്നിട്ട് കൂട്ടി എന്താ ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ട് എന്താ ഒന്ന് തിരിച്ചെടുത്ത് അതിന്റെ ഇത് ഇവിടെ ചതക്കാതെ ഇതാണ് കമ്പ് അല്ലേ? മുട്ട് വരുന്നിടത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചതച്ച് അപ്പൊ ഇതുപോലെ നാര് പോലെ ആയി കിട്ടും. ഇതൊക്കെ നല്ല ഉണങ്ങി കിടക്കാം അല്ലേ? എങ്ങനെയാ? ഓ അങ്ങനെ ആക്കി അതിനെ നാര് പോലെ ആക്കി എടുക്കും. ഇത് അല്ലേ? ചീപ്പ് പോലെ ഇരിക്കും അല്ലേ? കുറെ പറഞ്ഞ് ഇളകി പോകത്തില്ലേ ഇത്? അതെ അതെ അതെ. അപ്പൊ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മളിത് വീട്ടിൽ ഇത് ദക്ഷന്റെ താടി എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ അപ്പൊ നമ്മളിത് വീട്ടിൽ കൊണ്ട് വയ്ക്കുമോ? പൂജാമുറിയിലോ അല്ലെങ്കിൽ പാർക്കില് കൊലായില് ഇതിന് തൂക്കിയിടും. അപ്പൊ അതൊരു ഒരു രക്ഷ വർഷത്തേക്ക്. പിന്നെ അടുത്ത വർഷം വേറെ അത് ശരി. ഓരോ വർഷം പുതുക്കണം. ഇവിടുത്തെ വൈശാഖ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരിക, ഇതൊരെണ്ണം മാഞ്ഞുകൊണ്ട് പോയി വീട്ടിൽ കെട്ടുക അല്ലേ? ഇതാ ഇവിടുത്തെ ഒരു എല്ലായിടത്തും ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട്. അതന്നെ ഇവിടെ ഈ അമ്പലത്തിൽ തന്നെ കൊട്ടിയൂര് വന്നപ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്ത് കണ്ടു. ഈ അക്കരെ അവിടെ ഉണ്ട് അമ്പലം, ഇപ്പുറത്തുണ്ടല്ലേ? രണ്ട് സൈഡിലുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ പോകേണ്ടത് പോയിട്ടാണ് ഇവിടെ പോകേണ്ടത് അല്ലേ? അമ്മയുടെ പേരെന്താ? സരോജിനി. എത്ര കാലമായിട്ട് ഇത് ചെയ്യുന്നു? എല്ലാ വർഷവും ഒരു മാസമാണല്ലോ ഇവിടുത്തെ ഉത്സവം അല്ലേ? വൈശാഖ ഉത്സവം എന്നാ പറയുന്നത് അല്ലേ? ആണ് വീട്. ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. വീട്ടിൽ ഇടയ്ക്ക് പോയി ചായയൊക്കെ കുടിക്കാം. വലിയ അധ്വാനമൊന്നുമില്ല. ഇവിടെ ഇരുന്ന് കഷ്ടപ്പാടൊന്നുമില്ല. വാടകയും കൊടുക്കട്ടെ അല്ലേ? വർഷത്തിലൊരിക്കലുള്ള കച്ചവടമല്ലേ ഉള്ളൂ. ആ സമയത്ത് ഇച്ചിരി കാശൊക്കെ ഒപ്പിക്കും. എന്നിട്ട് അതൊക്കെ ബാങ്കിൽ ഇടുവോ? ഓ ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കണം നമ്മുടെ? ഇത് കാട്ടിലേ ഉള്ളൂ ഇതല്ലേ? അവിടെ ഉള്ളൂ. അപ്പൊ ഇത് ആദിവാസികളുടെ കയ്യിൽ നിന്നൊക്കെ വേണം ഇത് എടുക്കേണ്ടത്. ആളുകൾ തന്നെ പോയി വെട്ടിക്കൊണ്ടുവരും. ഈ സമയമാകുമ്പോൾ വെട്ടിക്കൊണ്ടുവന്ന് അപ്പൊ അവര് ഇങ്ങനെ ഓട കൊണ്ടുവന്ന് വിൽക്കുമ്പോ അടുത്ത ആൾക്കാർ ഇത് മേടിച്ചിട്ട് ചതക്കും. ചതച്ചിട്ട് നമ്മള് ആവശ്യക്കാർ മേടിക്കുക. അപ്പൊ ചതച്ചതാണ് ശേഷമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ നാരുപോലാക്കി നമ്മൾ പിന്നെ കുറച്ച് അമ്മ ഇവിടെ നിന്നുകൊണ്ട് ചെയ്ത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇനി ഇതിനെ കൂട്ടി കെട്ടുവോ? ഇതെങ്ങനെ അതിനകത്ത് കുറച്ച് അത് പിരിച്ച് അല്ലേ? ഓ അപ്പൊ കൊണ്ട് കെട്ടാനുള്ള അതിന്റെ നാര് തന്നെ എടുത്താണ് ഈ കെട്ടുവാക്കുന്നത്. അതിന് വേറെ നാരിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പിരിച്ച് കയറ് പോലെ ആക്കും. അപ്പൊ അതങ്ങനെ ഒരു ബലത്തിൽ അങ്ങനെ കിടക്കും. ഇപ്പൊ ഇത് അതൊക്കെ എത്ര രൂപയ്ക്കൊക്കെ വിൽക്കുന്നത്? ഇതൊക്കെ ഇവിടെ ഇപ്പൊ 60-70 കൂടുതലായിരിക്കും. ഇവിടെ ഇച്ചിരി കുറയും അമ്പലത്തിന്റെ അടുത്തല്ലാത്തതുകൊണ്ട്.
ഇതുമെല്ലാം ഒരു വില തന്നെ. അതും തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒരു കച്ചവടം കാണുന്നു. ഇതാണോ വേണ്ടത്? ഇതിനെന്ത് വന്നു? ഇതിന് പറയുന്നത് എന്ത് പറയും? ദക്ഷന്റെ താടി എന്ന് പറയൂ? ദക്ഷന്റെ താടി തന്നെ പറയല്. എന്താ ഓടപ്പൂവോ? ഓടപ്പൂ. ഈ ഓടപ്പഴം എന്ന് പറയുന്നത് ഇതും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ലേ, ഇതൊരു പുല്ലല്ലേ, ഒരു കമ്പാണ്. കമ്പ് ചതച്ചെടുക്കുന്നതാണ്. മുള പോലത്തെ വില്ല. വീട്ടിൽ കൊണ്ട് കിട്ടാനോ കാറിൽ കിട്ടാൻ? ഇതാണ് കാറിൽ വിടാം അല്ലേ? ഓ ശരി ശരി. അപ്പോൾ അങ്ങനെ അമ്മയുടെ സരോജിനി അമ്മയുടെ ഇത് ഈ പരിപാടി കണ്ടപ്പോൾ നമ്മളൊന്ന് കയറിയതാണ്. ഇപ്പോൾ ഇത് നല്ല ഉടപ്പില്, പിന്നെ അത് നല്ല രസമുള്ള ദക്ഷൻ്റെ താടി പോലെ. മറ്റേ ഈ തെയ്യംകാരൊക്കെ ഇത് വല്ലത്ത് ഇത് വെച്ചൊക്കെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ? മാത്രമുള്ള ഒരു പരിപാടിയാണ്. അതെ. അപ്പോൾ ഇവിടുത്തെ വിശ്വാസം ദക്ഷയാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ അമ്മ വളരെ സന്തോഷം. ഞങ്ങളിങ്ങനെ ഞങ്ങൾ ദൂരം നിന്ന് വരിക കൊട്ടിയൂരമ്പലം കാണാനും ഇവിടുത്തെ ആചാരങ്ങളൊക്കെ ഇന്ന് ഇളനീർ കാഴ്ചയുണ്ട് അല്ലേ? ഇളനീർ വയ്പ്പ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വരും കാണാൻ. ഈ അമ്പലത്തിൽ നമ്മൾ വരുന്ന വഴിയിൽ ആദ്യം ഇവിടെ എത്തിയപ്പോൾ കണ്ടത് പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന് ഈ ദക്ഷൻ്റെ താടി. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ പുല്ലുപോലെ കിടക്കുന്നത് പറഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. ദക്ഷൻ സരോജിനി അമ്മ വർഷങ്ങളായിട്ട് എല്ലാ സീസണിലും ഇതാണ് പരിപാടി. അപ്പോൾ ഇത് ഒരു വിശ്വാസമാണ്, കൊട്ടിയൂരമ്പലവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു വിശ്വാസമാണ്. ദക്ഷയാഗമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇവിടുത്തെ കൊട്ടിയൂരമ്പലവും മഹാദേവൻ്റെ ഒരു സ്ഥാനമൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു രക്ഷയായിട്ട് ഓരോ വർഷവും ഇത് വാങ്ങിച്ചുകൊണ്ട് ഇട്ടാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസം ഓരോ വിശ്വാസങ്ങളിലാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഞാനും ഒന്ന് മുന്നോട്ട് നയിക്കാം.